ആദിവാസി മേഖലയായ കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്ന വാക്സിൻ വിതരണത്തിൽ വൻ വീഴ്ച. വാക്സിൻ ലഭിക്കാത്തവരുടെ മൊബൈൽ ഫോണുകളിലേക്ക് സന്ദേശവും സാക്ഷ്യപത്രവും എത്തി. വാക്സിൻ വേണ്ടി ടോക്കൺ എടുക്കുകയും എന്നാൽ വാക്സിൻ തീർന്നുപോയി എന്ന് പറഞ്ഞ് വാക്സിൻ ലഭിക്കാത്തവർക്കാണ് രണ്ടാം ഡോസ് വാക്സിൻ സ്വീകരിച്ചുവെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് സന്ദേശവും ലഭിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ചയാണ് ആരോഗ്യവകുപ്പ് കണ്ണമ്പടിയിൽ പ്രത്യേക വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. രാവിലെ മുതൽ 100 കണക്കിന് ആദിവാസികൾ ക്യാമ്പിലെത്തി. 650 പേർക്ക് അധികൃതർ ടോക്കണും നൽകി. എന്നാൽ ഉച്ചകഴിഞ്ഞതോടെ ജനറൽ വിഭാഗത്തിലുള്ള ടോക്കണുമായി എത്തിയതോടെ ആദിവാസികൾ ഇതിനെ ചോദ്യം ചെയ്തു. തർക്കം മൂത്തതോടെ വാക്സിൻ തീർന്നതായി അറിയിക്കുകയും ക്യാമ്പ് അവസാനിപ്പിച്ച അധികൃതർ മുങ്ങുകയും ചെയ്തു. 400ഓളം പേർക്ക് വാക്സിൻ നൽകിയെന്നാണ് സൂചന. കണ്ണമ്പടി, കിഴക്കുകാനം, ബാക്കാത്തി എന്നീ കുടികളിലെ ഊരുവൂപ്പന്മാർ ഉൾപ്പെടെ ടോക്കൺ ലഭിച്ചവർ നിരാശയായി മടങ്ങി. എന്നാൽ വൈകിട്ട് 6 മണിയോടെ വാക്സിനേഷൻ വിജയിച്ചു എന്ന സന്ദേശം ഇവരുടെ മൊബൈലിൽ എത്തി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന ആശങ്കയിലാണ് ഊരു നിവാസികൾ. ഇവിടെ ക്യാമ്പ് നടന്ന 3:18 വരെയാണ്. പക്ഷേ ഇതിൽ സമയം കാണിച്ചിരിക്കുന്നത് 6 PM അന്നേ ദിവസം വൈകിട്ട് ആണ് വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിരിക്കുന്നത് ഫോണിൽ. കയറി നോക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ട്. ഇതെന്താണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഇവിടെ കിടക്കുന്ന ആദിവാസികളെ വെറും വിട്ടികളാക്കിക്കൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ എന്തിന്റെ പേരിലാണ്, അത് ആര് പറഞ്ഞിട്ടാണ് അങ്ങനെ വാക്സിൻ തീർന്നു എന്നുള്ള കാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ എത്ര വാക്സിൻ എത്തിയെന്നോ എത്ര പേർക്ക് വാക്സിൻ ലഭിച്ചുവെന്നോ കൃത്യമായ കണക്ക് ആരോഗ്യ വിഭാഗം വാർഡ് മെമ്പർമാരെയോ ഊരുമൂപ്പന്മാരെയോ പ്രൊമോട്ടർമാരെയോ അറിയിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. കണ്ണമ്പടി 3-ാം വാർഡ് മെമ്പറാണ് രശ്മി. കഴിഞ്ഞ 2-ാം തീയതി ഇവിടെ വാക്സിൻ ക്യാമ്പ് നടന്നു. ഏകദേശം ഒരു 5-ാമത്തെ ക്യാമ്പാണ് നടന്നത്. അതിലിപ്പോൾ ഒരു 400ഓളം പേർക്ക് വാക്സിൻ നൽകാമെന്നാണ് മെഡിക്കൽ ഓഫീസറും മെഡിക്കൽ അധികൃതരും നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാർക്ക് ടോക്കൺ നൽകി. 500-ൽ മേളിലുള്ളവർക്ക് ടോക്കൺ നൽകുകയും ഏകദേശം 400-ൽ പരം വാക്സിൻ എടുക്കുകയും ഉണ്ടായുള്ളൂ. പക്ഷെ കറക്റ്റ് ഒരു കണക്ക് ഇത്ര നാളായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. അതിനനുസരിച്ച് ആളുകൾ വന്നു എടുക്കാതെ പോവുകയാണ് ഉണ്ടായത്. ഇതുവരെ നമുക്ക് കറക്റ്റ് ഒരു കണക്ക് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ലഭിച്ചിട്ടില്ല. ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ച് 99 ദിവസം കഴിഞ്ഞവരും പ്രായമുള്ളവരുമാണ് ഇവരിൽ ഭൂരിഭാഗവും. പട്ടികവർഗ വകുപ്പിന്റെ ആവശ്യപ്രകാരം ആദിവാസികൾക്കായി നടത്തിയ പ്രത്യേക വാക്സിനേഷൻ ക്യാമ്പിൽ ജനറൽ വിഭാഗത്തിലുള്ളവർക്കായി വാക്സിൻ നൽകിയതായും പരാതിയുണ്ട്. എന്നാൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴും സാങ്കേതിക പ്രശ്നമാണ് വാക്സിൻ ലഭിച്ചതായുള്ള സർട്ടിഫിക്കറ്റും സന്ദേശവും ലഭിക്കാൻ കാരണമെന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. വാക്സിൻ ലഭിക്കാത്തവർക്ക് വാക്സിൻ നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും DMO അറിയിച്ചു. ആദിവാസികൾക്കായി നടത്തുന്ന ക്യാമ്പുകളിൽ അവർക്ക് വാക്സിൻ നൽകാതെ മറ്റ് വിഭാഗങ്ങൾ ഉള്ളവർക്ക് വാക്സിൻ നൽകുന്നത് ശരിയായ രീതിയല്ലെന്നും ഇത്തരം സംഭവങ്ങൾ ആദിവാസികൾക്ക് വാക്സിൻ നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിന് തിരിച്ചടിയാകുമെന്നും പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സൽജി ഈട്ടിത്തോപ്പ്, ന്യൂസ് ബ്യൂറോ, ഉപ്പുതറ.